അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വരെ നമ്മുടെ പുതിയ വാട്സപ്പ് റെഡി ആയിട്ടുണ്ട്. എന്താണ് നമുക്ക് നമ്മുടെ വെർഷൻ 61 നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഹാക്കർലാറ്റിൻ്റെ വെർഷൻ 61 നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താണ് നമ്മുടെ പുതിയ വാട്സപ്പാണ്. അപ്പം ജസ്റ്റ് നമ്മൾ വാട്സപ്പ് എടുത്ത് കാണിച്ചു തരാം. അപ്പം എന്താണ് വാട്സപ്പ് ഒരു കൊടുത്തേക്കുന്ന ഒരു ലൈറ്റ് അല്ല ഡാർക്ക് തീമാണ് നമ്മൾ പ്രശ്നം കൊടുത്തേക്കുന്നത്. അപ്പം നോർമൽ വാട്സപ്പിൻ്റെ ഒരു ഡാർക്ക് തീമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വേറെ കളർ അധികം കളർ ആഡ് ചെയ്തിട്ടില്ല. അപ്പം എന്താണ് നല്ലൊരു അടിപൊളി പുതിയ വാട്സപ്പാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം വർക്ക് ചെയ്യേണ്ട ബേസിൻ്റെ തന്നെ വാട്സപ്പാണ്, സെയിം ബേസാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വേറെ തീമുകളുണ്ട്. അപ്പം കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് എന്താണ് ലൈവ് വാൾപേപ്പർ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 3 പാക്കേജസ് നമ്മൾ ആഡ് ചെയ്ത് ഇറക്കിയേക്കാം. അപ്പം എന്താണ് പിന്നെ നമുക്ക് നേരെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് മേളിൽ ആഡ് അക്കൗണ്ട് വരുന്നുണ്ട്. ആഡ് അക്കൗണ്ട് പിന്നെ നമുക്ക് എയർപ്ലെയിൻ മോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ലൈറ്റ് ഡാർക്ക് തീം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോസ്റ്റ് മോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെർച്ച് ഓപ്ഷൻ നമ്മുടെ പ്രൊഫൈൽ. അപ്പം പ്രൊഫൈൽ എന്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന പുതിയ പ്രൊഫൈൽസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് വെർഷൻ എന്ന് പറയുന്നത് 2.24.11.79 വെർഷനാണ് വരുന്നത്. അപ്പം ജസ്റ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 3 ഡോട്ടി നോക്കുകയാണെങ്കിൽ പ്രൈവസി കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ എന്താണ് നമ്മുടെ ഹൈഡ് ലാസ്റ്റ് സീനെ ഷോ സ്റ്റാറ്റസ് വ്യൂ ഡിസേബിൾ ഫോർവേഡ് ടാഗ് ഷോ ഡിറ്റൻ മെസ്സേജ് ഡിസേബിൾ ആൻഡ് വ്യൂ വൺസ് ഡിസേബിൾ ആൻഡ് ഡിലീറ്റ് മെസ്സേജ് ഡിസേബിൾ ആൻഡ് ഡിലീറ്റ് സ്റ്റാറ്റസ് ഷോ ബ്ലൂ ടിക്ക് ഓൺ റിപ്ലൈ ബ്ലൂ ടിക്ക് ഡബിൾ ടിക്ക് ടൈപ്പിംഗ് റെക്കോർഡിംഗ് പ്ലേയിങ് റീസെറ്റ് പ്രൈവസി. അപ്പം എല്ലാ പ്രൈവസി ഓപ്ഷൻസ് നമുക്ക് സൈഡിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെസ്സേജ് നമ്പർ മാസ് മെസ്സേജ് സെൻറ്റർ ഓട്ടോ റിപ്ലൈ മെസ്സേജ് ഷെഡ്യൂളർ റീസ്റ്റാർട്ട് പിന്നെ നമ്മുടെ സെറ്റിംഗ്സ്. അപ്പം എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമുക്ക് ഹാക്കർലാറ്റൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൈവസി സെറ്റിംഗ്സിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു UI ആണ് കൊടുത്തേക്കുന്നത്. എന്താണെന്ന് എല്ലാ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആദ്യമേ നമ്മുടെ QR സ്കാനിങ് ഉണ്ട്. പിന്നെ നമ്മുടെ പ്രൈവസി സെക്യൂരിറ്റി നോക്കുകയാണെങ്കിൽ ഫ്രീസ് ലാസ്റ്റ് സീൻ ഉണ്ട്. ആൻറ്റി വ്യൂവൻസ് ഉണ്ട്. ഡിസേബിൾ ഫോർവേഡ് ഉണ്ട്. ഗ്രൂപ്പ് മെസ്സേജ് കൗണ്ടർ ഉണ്ട്. ഹു ക്യാൻ കോൾ മീ കസ്റ്റം പ്രൈവസി ഹൈഡ് ദ പ്രൈവസി ഓപ്ഷൻ ഹൈഡ് ദ അപ്ഡേറ്റ് ഓപ്ഷൻ ഹൈഡ് വ്യൂ സ്റ്റാറ്റസ് ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ് ഹൈഡ് റീപോസ്റ്റ് സ്റ്റാറ്റസ് ബട്ടൺ ഹൈഡ് ഡൗൺലോഡ് സ്റ്റാറ്റസ് ബട്ടൺ ഷോ റിട്ടേൺ മെസ്സേജ് ആൻറ്റി ഡിലീറ്റ് മെസ്സേജ് ഡിലീറ്റ് ഫോർ എവരി വൺ ഡിലീറ്റ് മീഡിയ ടൈം അൺവ്യൂഡ് ചാറ്റ്സ് ഷോ ബ്ലൂ ടിക്ക് ഓൺ റിപ്ലൈ ബ്ലോക്ക് നമ്മുടെ എന്താണ് പ്രൈവസികളാട്ടോ. അപ്പം കസ്റ്റം പ്രൈവസികൾ ഗ്രൂപ്പ് വോയിസ് കോൾ അപ്പം അതിനൊക്കെ പ്രൈവസികൾ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ എന്താണ് നോർമലായിട്ടുള്ള ലോക്ക് പാറ്റേൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അവസാനം റീസെറ്റ് പ്രൈവസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ തീംസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് യൂണിവേഴ്സലിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ കളേഴ്സ് നമ്മുടെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് കളറുകൾ നമ്മുടെ മൊത്തത്തിലുള്ള സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൈൽ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെ വേണമെന്നുള്ളത് ലോഞ്ചർ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഐക്കൺ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഹൈഡ് മീഡിയ ഫ്രം ഗാലറി ഉണ്ട്. ബാക്ക് ബാർ റീസ്റ്റോർ ടൈറ്റാനിയം ബാക്കപ്പ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ എന്താണ് മോർ സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ ആപ്പ് ലാംഗ്വേജ് ഉണ്ട്. ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഡിസേബിൾ ഡിഫോൾട്ട് ട്രാൻസ്ലേറ്റ് ലാംഗ്വേജ് കോൺവെർസേഷൻ കാർഡ്സ് മൾട്ടി കാർഡ് വേണമെങ്കിൽ ഇവിടെ എനേബിൾ ആക്കാം. പിന്നെ ഡിസേബിൾ ഹെഡ്സപ്പ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഡിസേബിൾ ബാഡ്ജ് കൗണ്ടർ ഉണ്ട്. ഡിസേബിൾ ഓഡിയോ പ്ലേയിങ് നോട്ടിഫിക്കേഷൻ ഇൻക്രീസ് ഫോർവേഡ് ലിമിറ്റ് ഡിസേബിൾ സ്വൈപ്പ് ടു എക്സിറ്റ് കോൺവെർസേഷൻ എനേബിൾ ഓൾവേസ് ഓൺലൈൻ ടെനോർ ഡിജിഫ് പ്രൊവൈഡർ പിന്നെ ക്ലിയർ ഡോക്സ് പിന്നെ നമ്മുടെ ഇമേജ് ഫുൾ സൈസിൽ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനത്തെ ഓപ്ഷൻസ് നമ്മുടെ യൂണിവേഴ്സിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹോം സ്ക്രീൻ്റെ അകത്ത് നമ്മുടെ ഹെഡറിൻ്റെ സ്റ്റൈല് ഹോം എന്താണ് നമ്മുടെ ഹോം UI സ്റ്റൈലുണ്ട്. പിന്നെ സ്റ്റോറി സ്റ്റൈൽ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് നമുക്ക് എനേബിൾ ഇൻസ്റ്റാഗ്രാം ലോക്ക് സ്റ്റോറീസ് വേണമെങ്കിൽ അത് ആഡ് ആക്കിയിടാം. പിന്നെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ചാറ്റ് സെറ്റ് മൈ നെയിം പിന്നെ നമ്മുടെ ഡിസേബിൾ സ്റ്റാറ്റസ് അണ്ടർ മൈ നെയിം ഷോ ഐക്കൺ നമ്മുടെ എന്താണ് ആഡ് അക്കൗണ്ട് ഐക്കൺ ഗോസ്റ്റ് മോഡ് ക്യാമറ ഐക്കൺ ലൈറ്റ് മോഡ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷോ എയർപ്ലെയിൻ മോഡ്. അപ്പം നമ്മുടെ എന്താണ് ഹോമിൽ ഏറ്റവും മേളിൽ കാണുന്ന ഓപ്ഷൻസൊക്കെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ഡിസേബിൾ ക്ലിക്ക് ഓൺ ഹാർട്ടിക്കലാറ്റൊക്കെ അപ്പം നമ്മുടെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പാറ്റേൺ വരുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഡിസേബിൾ ആക്കിയിടാം. പിന്നെ അൺറീഡ് മെസ്സേജ് കൗണ്ടർ വേണമെങ്കിൽ കളർ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് റോസിൻ്റെ സ്റ്റൈല് പിന്നെ ക്യുക്ക് കോണ്ടാക്ട് സ്റ്റൈല് നമ്മുടെ ഫ്ലോട്ടിംഗ് ഫാബിൻ്റെ സ്റ്റൈല് പിന്നെ നമുക്ക് നമ്മുടെ പേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മേലത്തെ ഓപ്ഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ എന്താണ് നമുക്ക് അതർ കോൺടാക്ട് റീസെൻറ്റ് കോൺടാക്ട് ഫ്രീക്വൻറ്റ്ലി കോൺടാക്ട് ഹൈഡ് അൺസേവ്ഡ് നമ്പേഴ്സ് ഹൈഡ് ചാറ്റ്സ് ഡിവൈഡർ അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ നോർമലായിട്ടുള്ള കോൺവെർസേഷൻ സ്ക്രീൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ആക്ഷൻ ബാർ നമുക്ക് ലുക്ക് സ്റ്റൈൽ എങ്ങനെ വേണമെന്ന് വെച്ചാൽ പിന്നെ ബബിൾസ് ആൻഡ് ടിക്കിൻ്റെ ലുക്ക് സ്റ്റൈല് പിന്നെ നമ്മുടെ പിക്സ് പിന്നെ കോൺവെർസേഷൻ എൻട്രി സ്റ്റൈലുണ്ട്. പിന്നെ നമുക്ക് മോർ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് എന്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറുകൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ സെൻഡ് ഹിഡൻ മെസ്സേജ് ടൈറ്റിൽ സ്വിച്ച് ഡയറക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ കംഫർട്ട് ഫോർ സെൻഡിങ് സ്റ്റിക്കറും ന്യൂ അറ്റാച്ച്മെൻറ്റ് പിക്കർ UI ഹൈഡ് ഡേറ്റ് ആൻഡ് ടൈം ഹൈഡ് ഐക്കൺ നെക്സ്റ്റ് ടു അഡ്മിൻ നെയിം ഗ്രൂപ്പ് അഡ്മിൻ ഐക്കൺ ഓട്ടോ റെസ്പോണ്ടർ മെൻഷൻ പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ലുക്ക് സ്റ്റൈലുകൾ കുറയണം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഹൈഡ് മെസ്സേജ് ട്രാൻസ്ലേഷൻ ഐക്കൺ കസ്റ്റം വാൾപേപ്പർ ഫോർ കോൺടാക്ട് പ്രൊഫൈൽ പിക്ക് വാൾപേപ്പർ എനേബിൾ പ്രോക്സിമിറ്റി സെൻസർ പ്ലേ വോയിസ് നോട്ട് ഡിസേബിൾ ഔട്ട്പുട്ട് സ്വിച്ചിങ് ഫോർവേഡ് ആസ് വോയിസ് നോട്ട് ഇൻകമിംഗ് മെസ്സേജ് റിംഗ് ട്യൂൺ സെൻഡ് മെസ്സേജ് റിംഗ് ട്യൂൺ. അപ്പം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇമ്യൂണിറ്റി ആൻഡ് എക്സ്ട്രാ നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നോട്ടിഫിക്കേഷൻ്റെ നമ്മുടെ ഓൺലൈൻ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് നോട്ടിഫിക്കേഷൻ പിന്നെ നമ്മുടെ പ്രൊഫൈൽ ടൈപ്പിംഗ് 4 നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് സെറ്റിംഗ്സ് ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ മെസ്സേജ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് ക്വിക്ക് റിപ്ലൈ മാസ് മെസ്സേജ് സെൻറ്റർ മെസ്സേജ് ഷെഡ്യൂളർ ഓട്ടോ റിപ്ലൈ ഹൂ ബ്ലോക്ക് ഡ്യൂ പിന്നെ എനേബിൾ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സെറ്റിംഗ്സ് മീഡിയയ്ക്ക് നമുക്ക് എനേബിൾ വീഡിയോ പ്ലെയർ ഉണ്ട്. സ്റ്റോപ്പ് മീഡിയ പ്രിവ്യൂ ഉണ്ട്. സെൻഡ് ഇമേജസ് ഇൻ ഫുൾ റെസൊല്യൂഷൻ സെൻഡ് വീഡിയോ ഇൻ ഫുൾ റെസൊല്യൂഷൻ ഓഡിയോസ് ലാർജർ ദാൻ 16 MB ഡിസേബിൾ ഇമേജ് ഷെയർ ലിമിറ്റ് ഡോക്യുമെൻറ്റ് ഷെയർ ലിമിറ്റ് 5 മിനിറ്റ് സ്റ്റാറ്റസ് മാനേജ് ഗാലറി അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നാവിഗേഷൻ എഫക്റ്റിൻ്റെ അകത്ത് നമ്മുടെ എന്താണ് ട്രാൻസ്ഫോർമേഷൻ എഫക്റ്റ് പിന്നെ സ്ക്രോളിംഗ് എഫക്റ്റുകൾ പിന്നെ നമുക്ക് കോൺവെർസേഷൻ സ്ക്രീനിലും ഹോം സ്ക്രീനിലും ഉള്ളത് പിന്നെ സ്നോ എഫക്റ്റ് അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് 2 കോൺവെർസേഷൻ സ്ക്രീനിലും
എന്താണ് ഹോം സ്ക്രീനിലും കിട്ടുന്നുണ്ട്. പിന്നെ ബാക്ക് മാറി സ്റ്റോർ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. വേസ്റ്റ് ക്ലീനിങ് നമ്മുടെ ലോഗോ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ നമ്മുടെ നോർമലി വിൻജെറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അബൌട്ടിൻ്റെ അകത്ത് തന്നെ കോൺടാക്റ്റ് ഓപ്ഷൻസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ എന്താണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആൻഡ് എക്സ്ട്രാ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് അബൌട്ടിൻ്റെ അകത്ത് യൂട്യൂബ് ഉണ്ട്. പിന്നെ നമ്മുടെ നോർമൽ അബൌട്ടിലേക്ക് ഒരു ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിക്ക് അകത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ റിമൂവ് ഗ്രൂപ്പ്, മെൻഷൻ എവരിവൺ, സസ്പീഷ്യസ് ലിങ്ക്, പിന്നെ ഡീആക്ടിവേറ്റ് ജിഫ് ഐക്കൺ, ക്രാഷ് ബഗ്, പിന്നെ ഷോ ഐക്കൺ, സെലക്ട് ഓൾ, സീ ഹൂ ഗിവ്സ് ഓർ ടേക്സ് അഡ്മിൻ ഫ്രം യു, പിന്നെ ഫോർവേഡഡ് 10x ടൈംസ് ഉണ്ട്. പിന്നെ ഷോ KBS ഇൻ ചാറ്റ്, ക്യാൻസൽ ഹാങ് ടാക്സ്, പിന്നെ റെഡ്യൂസ് 75% ഓഫ് ടെക്സ്റ്റ്, ആൻറ്റി ക്രാഷ് ക്യാരറ്റ്, പിന്നെ ആൻറ്റി ക്രാഷ് ബൈ ടെക്സ്റ്റ്, ആൻറ്റി ഡിലേ 1, ആൻറ്റി ലാഗ് ബഗ്സ്, ആൻറ്റി ഡിലേ 2, ബ്ലാങ്ക് ടെസ്റ്റ്, ആൻറ്റി ക്രാഷ് OSE, ഇൻസ്റ്റാറ്റിക് ഉണ്ട്, എക്സ്പയർഡ് മെസ്സേജ് ഉണ്ട്, ക്യാൻസൽ ബോട്ട് ബഗ് വേണം, പിന്നെ ആൻറ്റി ബഗ് കോൾസ്, ആൻറ്റി ലാഗ് യൂണിവേഴ്സൽ, ക്യാൻസൽ ഡിയാറ്റലോഗ്സ്, റെഡ്യൂസ് ടെക്സ്റ്റ്, ഇമ്മ്യൂൺ ടു റെസ്പോൺസസ്, പിന്നെ ക്യാൻസൽ കോൺടാക്റ്റ് 41:64, പിന്നെ ക്യാൻസൽ കോൺടാക്ട് ലാഗ് CTT, സ്റ്റിക്കർ ബ്ലോക്കർ, പിന്നെ ക്യാൻസൽ വെബ് പേജ്, ഡീആക്ടിവേറ്റഡ് ലിങ്ക്, HTTP, പിന്നെ നമ്മുടെ എന്താണ് ലിങ്ക് കളർ. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഫസ്റ്റ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഇമ്മ്യൂണിറ്റിക്ക് അകത്ത് ചെക്ക് മാർക്ക് ഉണ്ട്, പിന്നെ ക്യാൻസൽ വ്യൂ ഓഫ് സ്റ്റിക്കർ പാക്ക് ഉണ്ട്, പിന്നെ ഫേക്ക് ചാറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഫേക്ക് ചാറ്റ് കുറേ യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് ക്യാൻസൽ ലൊക്കേഷൻ വൈറസ് ഉണ്ട്, പിന്നെ റെഡ്യൂസ് ഓഫ് ഔട്ട് ഓഫ് മെമ്മറി ക്രാഷ് നമുക്ക് കുറയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. റെഡ്യൂസ് ഔട്ട് ഓഫ് മെമ്മറി ക്രാഷ് 2 കിട്ടുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് എന്താണ് വേറെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ക്യാൻസൽ ലാഗ് ഓൺ നോട്ടിഫിക്കേഷൻ, ഫോർവേഡ് മെയിൻ ടൈംസ് അൺസേവ്ഡ് നമ്പർ, ഫേക്ക് ചാറ്റിൻ്റെ കൗണ്ടർ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. റിമൂവ് ക്യാരക്ടർ ലിമിറ്റ് ഫ്രം നെയിം, റിമൂവ് ക്യാരക്ടർ ലിമിറ്റ് ഫ്രം അബൌട്ട്, അൺറീഡ് മെസ്സേജ്, ആൻറ്റി ലാഗ് ഹോം, ഡിഫൻസീവ് മോഡ്, ക്യാൻസൽ ഫോട്ടോസ്, ലോക്ക് ഫോട്ടോസ്. അപ്പം അങ്ങനത്തെ പുതിയ വൈറസുകളെല്ലാം നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ് ഇമ്മ്യൂണിറ്റിക്ക് അകത്ത് ക്യാൻസൽ ഡോക്യുമെൻറ്റ്, റിമൂവ് ദ ഡോക്യുമെൻറ്റ് ടൈറ്റിൽ, പിന്നെ നമുക്ക് ഫേക്ക് സെറ്റിംഗ്സിൻ്റെ അകത്ത് നമുക്ക് ഫേക്ക് എൻമെൻ ഉണ്ട്, നമ്പർ ഇൻക്രീസ് ഉണ്ട്, സ്റ്റാറ്റസ് വ്യൂ 1, 2, 3 ഉണ്ട്. അപ്പോൾ എന്താണ് അതെല്ലാം യൂസ് ആക്കാനുള്ള ഒരു സെറ്റപ്പാണ്. അപ്പം എന്താണ് നമ്മുടെ ഇമ്മ്യൂൺ ബോട്ടിൻ്റെ അകത്ത് നമുക്ക് ക്രാഷ് ഓഡിയോ ഉണ്ട്, പിന്നെ ക്രാഷ് ബഗ് V1 ഉണ്ട്, ക്രാഷ് ബൈ ഇൻവൈറ്റ് ഉണ്ട്, ആൻറ്റി ബോട്ട് ന്യൂ 24 പുതിയതുണ്ട്, പിന്നെ ആൻറ്റി ബഗ് ബോട്ട്, ക്യാൻസൽ ബഗ് ട്രോളി, ക്യാൻസൽ ക്രാഷ് SQL, ഇമ്മ്യൂൺ ക്രാഷ് ഒബ്സ്ട്രക്ഷൻസ്, ആൻറ്റി ബഗ് ഡാവിൻസിൻ, പിന്നെ ആൻറ്റി ബഗ് DC ട്രില്ലർ, ക്യാൻസൽ ക്രാഷ് CTT, ആൻറ്റി ബഗ് സ്മോൾ ക്രാഷ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് നമുക്ക് ബാക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ സെറ്റിംഗ്സിൻ്റെ അകത്ത് നാവിഗേറ്റർ ഇൻ്റർണോ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് വെബ് പേജ് ആട്ടോ. അപ്പം ഇപ്പോൾ ഞാൻ നെറ്റ് ഓഫാണ്, അപ്പം അതുകൊണ്ട് കാണാൻ സാധ്യത സെർച്ച് കാണിക്കത്തില്ല. അപ്പോൾ നെറ്റ് ഓഫാണ്, അതുകൊണ്ട് അങ്ങനത്തെ കാണിക്കത്തില്ല. പക്ഷേ വർക്കിംഗ് ആട്ടോ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് അതെടുത്ത് യൂസ് ചെയ്യാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ചൂസ് എൻട്രി നെയിം, എന്താണ് നമ്മുടെ കോൺവെർസേഷൻ സ്ക്രീനിൽ അടി കാണിക്കേണ്ട നമ്പർ, പിന്നെ ഫേക്ക് നമ്പർ, ഗ്രൂപ്പ് ക്രിയേഷൻ, പിന്നെ നമ്മുടെ ചാറ്റ്സിൻ്റെ കാർഡ് കളർ വേണമെങ്കിൽ സെറ്റ് ചെയ്തിടാം. പിന്നെ നമുക്ക് റിമൂവ് റൗണ്ടർ കോർണർ, ബോർഡർ ലൈൻ കളർ, ഷാഡോ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു വിടുവാണ്, സമയം കുറേ ആയിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ഫേക്ക് ഓഡിയോ, നമുക്ക് 8 തരം ഫേക്ക് ഓഡിയോസ് കിട്ടുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഉള്ളത് ഇടുക. പിന്നെ എന്താണ് നമുക്ക് കോൺവെർസേഷൻ സ്ക്രീനിലേക്ക് നേരെ പോയി നോക്കാം. അടിപൊളി ഇമ്മ്യൂൺ അടയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും അടുത്ത് യൂസ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ എന്താണ് നമുക്ക് നമ്മുടെ വീഡിയോ വാൾപേപ്പർ നമുക്ക് പുറകെ കാണാം ഗൈസ്. അപ്പം എന്താണ് ജസ്റ്റ് ഞാൻ എന്തെങ്കിലും മെസ്സേജ് ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിച്ചു തരാം. അപ്പം അവിടെ കാണാമല്ലോ വീഡിയോ വാൾപേപ്പർ നമുക്ക് ഇവിടെ സെറ്റാണ്. പോയപ്പോൾ എന്താണ് നെറ്റ് ഓഫ് ആയതുകൊണ്ടാണ് മെസ്സേജ് പോകാത്ത. അപ്പോൾ അല്ലെങ്കിൽ വർക്കിംഗ് ആണ്. അപ്പോൾ എന്താണ് വീഡിയോ വാൾപേപ്പർ ഇവിടെ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ വീഡിയോ വാൾപേപ്പർ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ കിട്ടുന്നുണ്ട്. വീഡിയോ വാൾപേപ്പർ 1 അല്ല 3 കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമലായിട്ട് ഡിഫോൾട്ടായിട്ട് ഇതുണ്ട്. പിന്നെ നമുക്ക് ഒരെണ്ണം ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ, പിന്നെ ഒരെണ്ണം നമ്മുടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്ന് കിട്ടണം എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 വാൾപേപ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഡിഫോൾട്ടായിട്ട് ഉണ്ടെങ്കിൽ ഡിഫോൾട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ സൈഡിൽ നമുക്ക് മെസ്സേജ് ബോംബർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൈലിഷ് ടെസ്റ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സൈഡിലത്തെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ റീഡോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കസ്റ്റം പ്രൈവസി, മീഡിയ ഓട്ടോ ഡൗൺലോഡ്, ഹൈഡ് കോൺടാക്ട് നെയിം, സെക്യൂരിറ്റി, നോ കോൾസ്, കോൺടാക്ട് ഓൺലൈൻ ടോസ്റ്റ്, അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ആഡ് ടു ഫേവറിറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, റീഡോൾ. പിന്നെ സൈഡിൽ നമുക്ക് എന്താണ് വോയിസ് ചേഞ്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മെസ്സേജ് ബബിൾ കിട്ടുന്നുണ്ട്. മോഡിഫൈ ചാറ്റ്, കോപ്പി സെലക്ഷൻ, ട്രാൻസ്ലേറ്റ്, നോട്ടിഫൈ മെസ്സേജ്, റെഡ്, സ്റ്റാർട്ട് മെസ്സേജ്, ദിസ് മെസ്സേജ്, ഷെയർ, URL എക്സ്ട്രാക്ട്. അപ്പം എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാം പെട്ടെന്ന് പറഞ്ഞു വിടണം. അപ്പോൾ എന്താണ് പിന്നെ നമ്മുടെ ഓഡിയോ ടു വോയിസ് നമുക്ക് സെൻഡ് ചെയ്ത് കാണിച്ചില്ല. അപ്പം എന്താണ് വോയിസ് ആണെങ്കിൽ ഓഡിയോ, വോയിസ് ആണെങ്കിൽ വോയിസ്. അപ്പം എല്ലാം സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വർക്കിംഗ് ആണ്. അപ്പം എല്ലാ കാര്യങ്ങളും പക്ക വർക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ US ബോം ടെസ്റ്റ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് സെറ്റിംഗ്സ് ചെയ്യണമെങ്കിൽ സെറ്റിംഗ്സ് ചെയ്തിടാവുന്നതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും പക്ക വർക്കിംഗ് ആണ്. അപ്പം ഒരു അടിപൊളി വാട്സപ്പാണ് ഇറക്കിയേക്കുന്നത്. ലൈവ് വാൾപേപ്പർ ഉണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് വർക്കിംഗ് ആട്ടോ. മറ്റേ വർക്കിംഗ് ആണ്. അപ്പം എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് വർക്കിംഗ് ആയിട്ടുള്ളൊരു അടിപൊളി വാട്സപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് കേസ് എല്ലാവരും എടുത്ത് യൂസ് ചെയ്യുക. ഗ്രൂപ്പിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വാട്സപ്പിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ വാട്സപ്പിന് നല്ല സപ്പോർട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താണ് ഓക്കെ.